ഹലോ വീഡിയോസ്, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ചിലർക്കൊന്നും ദഹിക്കില്ല. പക്ഷെ എന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഞാൻ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ വരുമ്പോൾ തിരക്ക് കാണിക്കാം, പെട്ടെന്ന് പോകണം എന്നുള്ള തിരക്ക് കാണിക്കാം. അതിനെ കുറിച്ചാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കൽ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഒരുപാട് പേര് അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്, ശരിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഒന്നും കൂടി വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാര്യം അതിന് യാതൊരു മാറ്റവും ഇപ്പോഴും വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പറയാന്ന് വിചാരിച്ചത്. അപ്പോൾ ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ വരുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വാങ്ങാൻ വരുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷാ മരുന്നാണ്. അതായത് നിങ്ങളുടെ ജീവനെ തന്നെ സംരക്ഷിക്കേണ്ട സാധനമാണ് നിങ്ങൾ വാങ്ങുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ഒരു തിരക്ക് കൂട്ടാൻ പാടില്ല. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലോ, നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ പോയാലോ, നിങ്ങളൊരു എന്താ പറയാ പലവ്യഞ്ജനം മേടിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഒരു കോഫി ഷോപ്പ് ഒക്കെ പോയാൽ നിങ്ങൾ ഒരുപാട് സമയം ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നിങ്ങൾ സാധനങ്ങൾ ഇഷ്ടമുള്ളത് നോക്കി പെറുക്കി 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 ഇങ്ങനെ എടുത്ത് പതുക്കെ ചെന്ന് ക്യൂവിലൊക്കെ നിന്ന് അവിടെ നിങ്ങളൊരു വെപ്രാളം കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം അവിടെ ഒരു റൂൾസ് ഉണ്ട്. ആ ഒരു അതുപോലെ തന്നെ നിങ്ങൾ പോളും. അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇന്നേ വരെ ഞാൻ കണ്ടു വെപ്രാളം പിടിച്ച് ഓടിപ്പോണ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല സൂപ്പർ മാർക്കറ്റ്. ഇനി ഒരു ടെക്സ്റ്റൈൽസ് ചെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നിങ്ങൾ നോക്കി എടുത്ത് ഇട്ട് ഇഷ്ടപ്പെട്ട പതുക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾ ചായയൊക്കെ ഇരുന്ന് പതുക്കെ ആസ്വദിച്ചെന്ന് കുടിക്കും. ഇതിലൊക്കെ ഒരു വെപ്രാളം കാണിച്ചാൽ കൂടി നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ആലോചിച്ച് നോക്കി, ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം പതുക്കെ എത്ര സമയം വേണോ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫാർമസി വരുമ്പോൾ മാത്രം ഇത്ര വെപ്രാളെന്ന് എനിക്ക് മനസ്സിലാവണ്ട. അവിടെയല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മെഡിസിൻകാർ നിങ്ങളൊന്ന് ആലോചിക്കണം, എല്ലാ ഫാർമസികളിലും ഈവൻ ചിലപ്പോൾ ഫാർമസി എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ ആയിരിക്കില്ല മരുന്നെടുക്കുന്നത്. അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവരുണ്ടാവാം, അതുപോലെ ഫാർമസി എക്സ്പീരിയൻസ് നേടിയവരുണ്ടാവാം. അപ്പൊ ചിലപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ വെപ്രാളം പിടിച്ച് നിങ്ങൾ ടെൻഷൻ കൊടുത്താൽ അവരും ടെൻഷൻ ആവും. അവർ ഒരേ കാറ്റഗറി പെടുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരുപാട് പേരിൽ നിന്ന് നമുക്ക് ആ ഒരു വിഷമം നേരിടേണ്ടി വരുന്നത്. കാരണം നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്, ഇതൊക്കെ എടുക്കുന്ന ഞങ്ങളൊക്കെ മൃഗങ്ങൾ അങ്ങനെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അത് അത്രയ്ക്ക് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളവർ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ടൈം വൈകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. നിങ്ങളും ഒക്കെ മനുഷ്യരാണ്. ഏതൊരു മനുഷ്യനെയും ടെൻഷൻ ആക്കി കഴിഞ്ഞാൽ, വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡ് മാറും. അങ്ങനെയാണ്, അല്ലെ? അറിയാമല്ലോ. അപ്പൊ അതൊന്നും ഒരിക്കലും പാടില്ല. നിങ്ങൾ ക്ഷമയോടെ നോക്കണം. നിങ്ങളെ മരുന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി പറഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പതുക്കെ നിങ്ങൾ അത് കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ ആ ഫാർമസിയിൽ പോകാം. നിങ്ങൾ വാങ്ങിയ മരുന്ന്, നിങ്ങൾ വാങ്ങാൻ വന്ന മരുന്ന് തന്നെയാണോ തന്നിരിക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടേ കൊണ്ടുപോയി കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. കാര്യം അത്രയ്ക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫാർമസിയിൽ ക്ഷമയോടെ നിന്ന് മരുന്ന് മേടിക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ.